ഹലോ ഫ്രണ്ട്സ്, ഇന്നെല്ലാവർക്കും ശ്യാമാസ് വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് റോക്കീനെയും കൊണ്ട് ഞങ്ങൾ 3 പേരും ഹോസ്പിറ്റലിൽ പോവുകയാണ്. റോക്കിക്ക് ഇഞ്ചക്ഷൻ എടുക്കാനാണ് ഞങ്ങൾ പോകുന്നത്. പാലക്കാട് മൃഗാശുപത്രിയിലോട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് കേട്ടോ. റോക്കി ഇങ്ങനെ കാറിൽ ഇരുന്നിങ്ങനെ വരികയാണ്. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് റോക്കി ഇങ്ങനെ കാറിലിരിക്കുകയാണ്. അവൻ എൻ്റെ കൂടെ ബാക്കിലാണ് കേട്ടോ ഇരിക്കുന്നത്. അവൻ ഇടയ്ക്ക് കാറിൽ ഞങ്ങൾ പുറത്തേക്ക് ചില ദിവസങ്ങളിലൊക്കെ കൂട്ടിയിട്ട് പോകാറുണ്ട്. അവനൊരു പാവമാണ് കേട്ടോ, പാവം റോക്കിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പാലക്കാട് മൃഗാശുപത്രിയിലോട്ട് പോണ വഴിയാണ്. പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഇഞ്ചക്ഷൻ എടുക്കാനാണ് പോകുന്നത്. അവൻ കുട്ടികൾ കോളേജിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ഗേറ്റ് തുറക്കുമ്പോൾ റോക്കി പുറത്തേക്ക് ഇറങ്ങി ഓടിയപ്പോൾ വേറൊരു ഡോഗ് വന്ന് കടിച്ചു. അപ്പോൾ അവൻ്റെ മൂക്കിലൊക്കെ നിറയെ ചോര വന്നു. അപ്പോൾ വിഷബാധയ്ക്കുള്ള ഇഞ്ചക്ഷനാണ് എടുക്കുന്നത് കേട്ടോ. 6 ഇഞ്ചക്ഷൻ എടുക്കണം നമുക്ക്. അപ്പോൾ ഡോക്ടർ വന്ന് അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പം മാസ്ക് ഇടുകയാണ്. ഡോക്ടർക്ക് അവൻ കൂട്ടിൽ കയറാനില്ല. അവൻ്റെ നല്ല ഒരു സൈസാണ്. അപ്പോൾ അത് ആ കൂട്ടിൽ ശരിക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടർ ശരി കയറിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പുറത്ത് നിർത്തിയാൽ മതി, നിങ്ങൾ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടൻ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഡോക്ടർ ഇഞ്ചക്ഷൻ വെച്ചു. മോളും ഉണ്ട്. അവൻ സൈലൻ്റായിട്ട് നിന്നു കേട്ടോ. പക്ഷെ അവന് നല്ല പേടിയുണ്ട്. ഇഞ്ചക്ഷൻ വയ്ക്കുമ്പോൾ തൊടയുടെ ഭാഗത്താണ് ഇഞ്ചക്ഷൻ വെച്ചത്. അവന് ഇരിക്കാനും നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇത് പാലക്കാട് മൃഗാശുപത്രിയാണ്. പിന്നെ ഞങ്ങൾ അവനെ തിരിച്ചു വരുന്ന വഴി അവനൊരു ബിസ്ക്കറ്റൊക്കെ മേടിച്ചു കൊടുത്തു. അവനിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇങ്ങനെ കാഴ്ചകളും കണ്ടിട്ട് ബാക്കിൽ എൻ്റെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. റോക്കിക്ക് എന്താണെന്ന് വെച്ചാൽ മറ്റ് ഡോഗ്സിനെ കണ്ട വല്ലാണ്ട് ഒരു കുരയ്ക്കണത് ഇത്തിരി കൂടുതലാണ്. അവന് ഇതുപോലെ റോട്ടിൽ പല ഭാഗത്തും ഡോഗ്സൊക്കെ നിൽക്കുന്നത് കണ്ടിട്ട് അവനിങ്ങനെ നോക്കുകയാണ്. അപ്പം ഞങ്ങൾ കാറിൻ്റെ ചില്ല് കുറച്ച് തുറന്ന് വെച്ച് കൊടുത്തു. ഇവർക്ക് ഏറ്റവും തണുപ്പാണ് ആവശ്യം. അപ്പോൾ ചില്ലൊക്കെ അടച്ച് ഞങ്ങൾ ചില്ലടച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള ഡോഗ്സിനെ കണ്ടാൽ ഇവൻ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ ചില്ലടച്ചു. അപ്പോൾ ചൂട് തട്ടിയപ്പോൾ അവന് ഇരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവൻ അങ്ങനെ നിന്ന് വരികയാണ്. അപ്പോൾ ഞാനിടയ്ക്ക് ഇങ്ങനെ റോക്കി പറഞ്ഞിട്ട് വിളിച്ച് കൊഞ്ചിക്കണുണ്ട്. പക്ഷേ റോക്കി അതൊന്നും മൈൻഡ് ചെയ്യണില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ശരിക്ക് തിരിച്ച് വരുമ്പോൾ അവനൊരു ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒന്ന് കൂളാക്കി കൊണ്ടുവരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവനൊരു ബിസ്ക്കറ്റും വാങ്ങിച്ചു കൊടുത്തു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് അവന് അപ്പുറത്തെ സൈഡ് തലയിട്ട് നിന്നുകൊണ്ട് അവന് ബിസ്ക്കറ്റ് കൊടുത്ത വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഓരോ ചായ കുടിച്ചു ഞങ്ങൾ 3 പേരും. അപ്പോൾ അവനിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പുറത്തേക്ക് കൂട്ടിയിട്ട് പോകുമ്പോൾ അവന് നല്ല ഇഷ്ടമാണ്. പാവമാണ് കേട്ടോ റോക്കി. എൻ്റെ കൂടെ തന്നെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. ഇതിനു മുമ്പും റോക്കി എൻ്റെ കൂടെ തന്നെ, ഞാൻ എന്ത് പണി ചെയ്യുകയാണെങ്കിലും റോക്കി എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ആരെങ്കിലും വീട്ടിൽ വെറുതെ സൗണ്ട് ഇട്ടാലും റോക്കി വേഗം ഉള്ളിലോട്ട് കയറി വരും. അവന് ആരും തല്ലുപിടിക്കണതോ ഇല്ലെങ്കിൽ ഒച്ചയിടണതോ ഒന്നും ഇഷ്ടമല്ല. അപ്പം ഞങ്ങളിങ്ങനെ ചായയും കുടിക്കണത് നോക്കി അവനിങ്ങനെ സീറ്റിൽ 2 കൈയും വെച്ച് തലയൊക്കെ നാക്ക് നീട്ടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എനിക്കൊരു സബ്സ്ക്രൈബ് കിട്ടി കേട്ടോ. അവിടെ നമ്മുടെ ചായ കടയിൽ ചായ കുടിച്ച ഒരേട്ടൻ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തന്നു. ഞാനിങ്ങനെ പതുക്കെ റോക്കീനെ തടവി കൊടുക്കുകയാണ്. റോക്കി ഇനിയൊരു ഇഞ്ചക്ഷനും കൂടി ഉണ്ട് റോക്കിക്ക്. 5 ഇഞ്ചക്ഷനാണ്. 4 എണ്ണം എടുത്തു, ഇനി ഒരെണ്ണവും കൂടി ഉണ്ട്. അപ്പോൾ അവന് കാറിൽ കയറി പോകാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ കഴിഞ്ഞു. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം. എല്ലാവരും